നമസ്കാരം, ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തൻ്റെതായ വാർത്താ ശൈലിയിലൂടെ ഒരുപക്ഷെ കേരള മാധ്യമങ്ങളിൽ മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങളിൽ തന്നെ തൻ്റെതായ വാർത്താ അവതരണ ശൈലിയിലൂടെ ശ്രദ്ധ നേടിപ്പറ്റിയ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. സാർ, വെൽക്കം ടു ദ പ്രോഗ്രാം. വെൽക്കം സർ. ഇറ്റ്സ് ആർ പ്ലഷർ ടു ഹാവ് യു ഹിയർ. സോ, ഞാൻ പറഞ്ഞ പോലെ തൻ്റെതായ വാർത്താ അവതരണ ശൈലി അത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. അതൊരു സ്ട്രാറ്റജിയാണെന്ന് സാറ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് സാറ് ഡെവലപ്പ് ചെയ്തെടുത്തത്? ബിക്കോസ് ഇങ്ങനൊരു ശൈലി ഇതിനു മുമ്പ് ആർക്കും ഉണ്ടായിട്ടുമില്ല, ഇപ്പോഴും ആർക്കും ഇല്ല. ആ ഒരു ഫ്ലോയിൽ അത്രയധികം കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിന് പോലുള്ള ഹാർഡ് വർക്ക് എന്താണ്? അല്ലെങ്കിൽ സാറ് മാധ്യമത്തിലോട്ട് കടന്നു വന്നപ്പം ഇങ്ങനൊരു സ്ട്രാറ്റജിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് എന്താണ്? അങ്ങനെയാണ് അതങ്ങനെ മനഃപൂർവ്വം സ്ട്രാറ്റജി ആയിട്ട് ചെയ്തതല്ല, അതിങ്ങനെ എവോൾവ് ചെയ്ത് വന്നതാണ്. പിന്നെ നമ്മൾ എൻ്റെ ശൈലി ഇങ്ങനെ തന്നെ ആയിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ശൈലി ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരു സാധനം പെട്ടെന്ന് നമ്മുടെ ശൈലി മാറ്റി വേർന്ന് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടത്തിന് ഒപ്പം ഒഴുകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ ശൈലി ഒന്ന് ശ്രദ്ധിക്കുന്നത് മനസ്സിലായപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവച്ചു, ഒന്നുകൂടെ മാറ്റി പിടിക്കണം ഒന്നുകൂടെ. പക്ഷേ എന്നാലും ഓരോ വിഷയം വരുമ്പോഴും, ഇപ്പം ഓരോ സെൻസിറ്റീവായിട്ടുള്ള വിഷയം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ന്യൂസ് വരുമ്പോഴും അത് അത്രയും അക്യുറസിയോടുകൂടിയാണ് സാറ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിന് പുറകിൽ എങ്ങനെയാണ് സാറ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സാറിന് നമ്മളിപ്പോൾ ഞാൻ ജേർണലിസം വിദ്യാർത്ഥികളല്ലേ അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ജേർണലിസം പഠിച്ചു കഴിഞ്ഞിട്ട് ജേർണലിസം ഫീൽഡിലോട്ട് ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ നിൽക്കുന്നത് ഈ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ വാർത്തക്കിടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തൊരാൾ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന അതിലാണ്. രാവിലെ മുതൽ രാത്രി വരെ വാർത്തയിൽ തന്നെയാണ്. രാത്രി കിടന്ന് ഉറങ്ങുന്ന വാർത്തയിലാണ്, രാവിലെ എഴുന്നേൽക്കുന്ന വാർത്തയാണ്. വാർത്ത തന്നെ വാർത്തയാണല്ലോ. അതിന് പ്രത്യേകിച്ച് നമ്മൾ സാധനം അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ചില വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി ആഴത്തുള്ള പഠനം ആവശ്യമുണ്ടാകും. അതിൽ നിന്നിരിക്കണം. അതിൽ അഡീഷണൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. കൂടുതൽ റിസർച്ചർ ഉണ്ടാവണം. അപ്പോൾ ആൾക്കാരെ വിളിച്ച് ഫോണിൽ ചോദിക്കണം. നമുക്കറിയാത്ത എല്ലാവരും പറയണമെന്നില്ലല്ലോ. അപ്പോൾ അത് ബേസിക് ഹോംവർക്കാണ്. അതെല്ലാവരും ചെയ്താൽ മതിയാവുള്ളൂ. അതുപോലൊക്കെ ഹോംവർക്കുകളൊക്കെ ഉള്ളൂ. ബാക്കി നമ്മുടെ ശൈലിക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പം സാർ 2008 മീഡിയ ഫീൽഡിലേക്ക് വന്നു. അപ്പം ഫസ്റ്റ് TV സ്ക്രീനിലേക്ക് വന്നപ്പം എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം സാറിന്? എങ്ങനെയാണ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാകാം, ടെലിവിഷനിലേക്ക് വരാം എന്നുള്ളൊരു ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള റീസൺ എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിഷ്വൽ മീഡിയ എന്നുള്ളത് എൻ്റെ ഓപ്ഷൻ അല്ലായിരുന്നു. എനിക്ക് പത്രം തന്നെ ആയിരുന്നു എൻ്റെ ഓപ്ഷൻ. കാരോട്ട ക്യാമ്പസും ജേർണലിസം കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ബാംഗ്ലൂർ DNA ഡെയിലി ന്യൂസ് അനാലിസിസ് പറഞ്ഞിട്ടൊരു ദൈനിക് ജാഗരൺ ഗ്രൂപ്പിൻ്റെ പത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു കൊച്ചി വരേണ്ടി വന്നു. കൊച്ചി വന്നൊരു ജീവൻ ടിവിയിലാണ് ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ആദ്യ വിഷ്വൽ മീഡിയ. അവിടെ അവിടെ ഞാൻ നിർണ്ണയം എന്നൊക്കെ പറയുന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കുറച്ച് വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു, കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. സംഘടന ഒക്കെ ഉള്ളത് കാരണം നമുക്കൊരു പക്ഷേ വലിയ സഭാകമ്പത്തിൻ്റെ വർഷമൊന്നും അപ്പോഴും ഇല്ലായിരുന്നു. എന്നാലും ആദ്യമുള്ള ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറുമല്ലോ. കുറച്ച് അങ്ങ് മാറി. പിന്നെ നമ്മൾ ആ വഴി അങ്ങനെ പോന്നു. ഇപ്പം സാറിന് രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടന എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സിലാക്കി ഇടതുപക്ഷ സംഘടനയായിരുന്നു. അപ്പം ഒരു രാഷ്ട്രീയ ഒരു സംഘടനയിൽ നിന്ന് വളർന്നു വന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരുമ്പോൾ അത് ഒരു രാഷ്ട്രീയത്തിലോട്ട് മാറിയിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എവിടെയെങ്കിലും വെച്ച് വഴിമാറി പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉറപ്പിച്ച് നോക്കിയില്ലെന്ന് തന്നെ പറയാം. കാര്യം ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആക്റ്റീവ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിട്ടാണല്ലോ ജോലിയിലോട്ട് വരിക. അതിനാണല്ലോ വരേണ്ടത്. അത്ര ജോലിയിലോട്ട് വന്നിട്ട് നമ്മളെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഔഫീസ് ജോലി ആക്കി മാറ്റാന്ന് പറയുന്നത് മഹാമോശമാണ്. അത് ചെയ്തുകൂടാ. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം അതിനെ വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യക്കാരുണ്ടാവുമായിരിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷവും നമ്മൾ സമൂഹത്തെ അറിയാനും അന്യൻ്റെ വേദന മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും കളക്റ്റീവായ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്തൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നതാണല്ലോ. അത് നമ്മൾ ആ വഴി കൂടെ വരുമ്പോൾ ആദ്യം നമ്മൾ കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളും. ആ പാഠങ്ങൾ ഉറപ്പായും ഈ മാധ്യമപ്രവർത്തനത്തിൽ നമുക്ക് ബലം തന്നെയാണ്. അതെനിക്ക് ബലം തന്നെയാണ്. എപ്പോഴും ഒരു കരുത്തും ഒരു ആർജവമൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പം വളരെയധികം സമ്മർദ്ദങ്ങളുണ്ട്, പ്രഷറുണ്ട്, സ്ട്രെസ്സുണ്ട്. കാരണം രാഷ്ട്രീയ സ്ട്രെസ്സുകളാണെങ്കിലും ശരി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഷറാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരുപക്ഷെ TRP പോലത്തെ കാര്യങ്ങളുടെ പ്രഷറാണെങ്കിലും ശരി,
ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ഈ മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അവസാനം വന്ന് എത്തി നിൽക്കുന്ന ആരിലോട്ടാണ്? ജനങ്ങളിലോട്ടാണോ, അധികാരത്തിലോട്ടാണോ, അതോ ലാഭത്തിലോട്ടാണോ? അല്ല, ഞാൻ പറയുന്നത് ജനത്തിലോട്ടും ലാഭത്തിലോട്ടും. ഇപ്പം ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കാൻ ഉറപ്പായും പണം വേണം, റവന്യൂ വേണം, പരസ്യം വേണം, അതിന് മുതലാളി വേണം, ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വേണം, നമുക്ക് ശമ്പളം വേണം, ശമ്പളം മേടിച്ച് അരി മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബേസിക് സാധനം അവിടെ കിടപ്പുണ്ട്. അത് ഉറപ്പായി ഉണ്ടായാൽ മതിയേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇനി ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടി പണം മുടക്കുന്ന മുതലാളിയുടെ താല്പര്യം അതിൽ ഏതളവ് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനിടെ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് കൂടെ മാധ്യമപ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വെറുതെ വിചാരിക്കുന്നതല്ല, അങ്ങനെ ആ ബാലൻസ് കൂടെ മാധ്യമപ്രവർത്തനം കൊണ്ടുപോകുന്ന ആൾ, പ്രാക്ടിക്കൽ കൊണ്ടുപോകുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. ഇത് ശരിയാണ്, ഇതിൽ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ. ഞാൻ നേരത്തെ പറയുന്നത് സമൂഹത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻ ഉറപ്പായും ഈ മാധ്യമപ്രവർത്തനത്തിലോട്ട് വരും. അത് ഈ പറയുന്ന TRP റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരം, കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകളെ സെൻസിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ വാർത്തകളെ ഇങ്ങനെ ഇതാക്കുക, സ്ഫോടനാത്മകമാക്കുക തുടങ്ങി ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശ്യ ഘടകമായി, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ വേദന പുറത്തേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അരികൾക്കരികെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ കാണാതായ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളിൽ മാധ്യമ സമൂഹത്തിൽ ഇഴുങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതിനെ എന്ത് അവസരം ഉണ്ടായാലും അതങ്ങനെ അല്ലാതാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ അപ്പം 2008 G1 TV തുടങ്ങി, ഇപ്പം 24-ൻ്റെ സീനിയർ എഡിറ്ററും അതുപോലെ തന്നെ ന്യൂസ് ആങ്കറുമാണ്. അപ്പം ആ ഒരു ഫ്രം G1 TV ടു 24 ന്യൂസ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ജോലി എന്ന് പറഞ്ഞാൽ കഠിനമായ പാഷനും കഠിനമായ സ്ട്രഗിളും ഉള്ള ജോലിയാണ്. ജോലിയിലോട്ട് വരുന്നവർ ആ ഉള്ളിൽ അത്രയും പാഷനും അത്രയും സ്ട്രഗിളും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബാക്കിയൊരു ജോലി പോലെ 8 hour വർക്ക് ചെയ്യാൻ പറ്റിയ ജോലിയല്ല, പണിയല്ല ഈ പണി. നമ്മളത് നിൽക്കേണ്ടി വരും. ചില ദിവസം മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും, ചില ദിവസം ദിവസങ്ങൾ പോലും നിൽക്കേണ്ടി വരും, പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, പല ഹാർഡ്ഷിപ്പുകൾ സഹിക്കേണ്ടി വരും, പല വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും, ഒരു താങ്ക് യു എന്നൊരു വാക്ക് ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ ജോലിയോട് ഭയങ്കര ഇഷ്ടം, ഒരു സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് ഡ്രൈവിംഗ് ഫോഴ്സ്. ആ സ്നേഹം പ്രധാനമായി ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പണിയോട് വരാൻ പാടുള്ളൂ. എന്നാലും നമുക്ക് സർവ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും സാറിന് ഒന്ന് ഇട്ടേച്ച് പോകാമെന്നൊരു പല അനുഭവങ്ങളും ഉണ്ടായി കാണത്തില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇട്ടേച്ച് പോയി എനിക്ക് ഈ പണി വേറൊരു പണി അറിഞ്ഞൂടാ. വേറെ പണി അറിയാനുള്ള പോട്ടുമില്ല. എന്നൊരു ഇട്ടേച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പണി അറിയണമല്ലോ. ഇതെന്ന് തന്നെ ഞാൻ തമാശ പറഞ്ഞല്ല. പക്ഷേ നമുക്കങ്ങനെ ഈ പണി അവസാനിപ്പിക്കാം എന്ന് തോന്നിയ ഉറപ്പായി വിഷമങ്ങളുണ്ടായിട്ടുണ്ട്, സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, നിരാശ ഉണ്ടായിട്ടുണ്ട്, വഴക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോഴും ഈ പണിയെ നിർത്തിക്കളയാം, ഈ മാധ്യമപ്രവർത്തനം നിർത്തി വെച്ച് ഇപ്പോൾ സ്ഥാപനം മാറിയേക്കാമെന്ന് തോന്നുന്നത് പോലെയല്ലോ നമ്മൾ ഈ പണിയെ നിർത്തിക്കളയാൻ തോന്നുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ല, അത് തെറ്റില്ല. ഞാൻ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞു ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് സാർ എന്നത് സാറ് പറഞ്ഞത്. പക്ഷേ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പല രീതിക്കുള്ള സമ്മർദ്ദങ്ങൾ കാരണം ഒരു വാർത്ത വരുമ്പം ഇപ്പം ഞാനാണ് സോഷ്യൽ മീഡിയ നോക്കുമ്പം അവർക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകളാണെങ്കിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിലും വലിയ രീതിക്കുള്ള സൈബർ അറ്റാക്കുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഏതെങ്കിലും രീതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പ് വെല്ലുവിളികളോ അല്ലെങ്കിൽ ചാലഞ്ചസോ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണോ ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്? സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളെ ആൾക്കാരെന്ത് പറയുന്നില്ല, അത് നോക്കാതിരുന്ന വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനപ്പുറം അത് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ തെറി വിളിക്കുന്നു, നമ്മൾ കാണുന്നില്ല, പ്രശ്നം പരിഹരിച്ചല്ലോ. യഥാർത്ഥത്തിനെ അതിന് ഡീലുണ്ട്. അങ്ങനല്ല, ഇനിയിപ്പോൾ കേസ് കൊടുക്കണം. സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് അത്രയും ലഘുവായി കാണേണ്ട ഒന്നല്ല. എങ്കിൽ കൂടി നമ്മൾ ഓവർ ചെയ്ത് ആദ്യത്തെ തവണയാണ് വിഷമം ഉണ്ടാവുള്ളൂ, രണ്ടാമതൊരു ചെറിയ വിഷമം ഉണ്ടാവും. പിന്നെ ശീലമായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിത് സത്യമായിട്ട് ബാധിക്കുകയില്ല. ഞാൻ അനുഭവസ്ഥരാണ്. നമ്മൾ അത്രയും തൊലിക്കെട്ടി ആർജിക്കാന്നാണ് പറയുക. നമ്മൾ തൊലിപ്പുറത്ത് തൊടുകയില്ല. പിന്നെ കേരളത്തിൽ ഈ പറയുന്ന വാർത്തയുടെ പേരിൽ നമ്മളെ ആരും അടിക്കാൻ വരുമൊന്നുമില്ല. എത്ര രാഷ്ട്രീയ വൈരുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദേഹത്തെക്കാരും വാർത്തയുടെ പേരിൽ കൈവെക്കാനൊന്നും ആരും വരില്ല. ആ ഭീഷണി കേരളത്തിൽ എന്തായാലും ഇതുവരെ ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധനം കേരളത്തിൻ്റെ അങ്ങനത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്കാണ്. സൈബർ അറ്റാക്ക് അതിൻ്റെ ആ വഴിക്ക് പോവും. വാർത്ത ഉണ്ടാകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു CPM-നെതിരായ വാർത്ത ചെയ്താൽ നമ്മളെ ഇടത് വിരുദ്ധ മാപ്ര എന്നൊക്കെ പറയും. CPM അനുകൂലമായിട്ട് വാർത്ത പറയേണ്ടത് നമ്മൾ പഴയ SFIക്കാരെന്ന് പറയും. ഇനി അതല്ലെങ്കിൽ മറ്റേത് പറയും. അത് കാലാകാലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം ഒരു മാധ്യമപ്രവർത്തകൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവൻ ഗംഭീരമാണ്,
എന്ന് പറഞ്ഞാൽ അവൻ്റെ പരാജയമാണ്. അവൻ സൂപ്പർ എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ അസ്വസ്ഥപ്പെടുന്ന ഒരു ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള അർത്ഥം. വേണ്ട, ആരും നമ്മൾ നല്ലവരുണ്ട്, മോശം മാത്രം പറഞ്ഞാൽ മതി, അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. തീവ്രമായ സംഘപരിവാർ വിരുദ്ധത ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫാഷിസ്റ്റ് വിരുദ്ധത ഓഫ് കോഴ്സ് ഉണ്ട്, കമ്മ്യൂണൽ വിരുദ്ധത ഓഫ് കോഴ്സ് ഉണ്ട്. അതേസമയം BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ അളവിലുള്ള വിരുദ്ധം ഇല്ലതാണ്. ഞാനൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്, ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അതേസമയം അതിൻ്റെ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായും എനിക്ക് കമ്മ്യൂണൽ പ്രത്യയശാസ്ത്രങ്ങളോട്, അത് ഏത് സൈഡും ആയിക്കോട്ടെ, വർഗീയമാവുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, അതിനോട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ഡിജിറ്റൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം അപ്പം എല്ലാം ഓരോ ആപ്സിലൂടെ നമുക്ക് എല്ലാം ന്യൂസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നതിൽ പിന്നെ നമ്മുടെ ഈ TV ന്യൂസിൻ്റെ ഒക്കെ ആ ഒരു ഇത് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ കുറേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കത് കാലാകാലങ്ങളിലെ പ്രചരണം മാത്രമാണത്. ഇപ്പോൾ TV ചാനൽ വരുമ്പോൾ തന്നെ പത്രങ്ങളുടെ മരണമണി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പത്രങ്ങൾ തീരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നും സംഭവിച്ചില്ല. പത്രങ്ങൾക്ക് പത്രങ്ങൾക്ക് ക്ഷീണം ഉണ്ടായത് ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ പ്രിൻറ്റിൻ്റെ വില കൂടിയതടക്കമുള്ള പല കാരണങ്ങൾ കൊണ്ട് പത്രങ്ങൾക്ക് ക്ഷീണം ഉണ്ടായി. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ന്യൂസ് ചാനലുകൾ വന്നുകൊണ്ടോ ആളുകൾ വാർത്ത ഇത് കാണുന്നതുകൊണ്ടോ അല്ല ആ പ്രശ്നം ഉണ്ടായത്. പ്രശ്നം ഉണ്ടായത് മറ്റ് ചില മാർക്കറ്റിംഗ് പരമായ പ്രശ്നങ്ങളാണ് പത്രങ്ങൾ ക്ഷീണം ഉണ്ടായത്. ആ പത്രങ്ങൾ ക്ഷീണം ഉണ്ടാകുന്ന മാർക്കറ്റിംഗ് പ്രശ്നം ഒരു ചാനലുകൾക്ക് വേറൊരു കാലത്ത് വേറൊരു രീതി ബാധിക്കുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെ പറഞ്ഞത് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും ഇല്ലാതായി പോകുന്നില്ലാന്ന്. ഇതെല്ലാം കൂടെ ചേർന്നുള്ള പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ എമർജി. ഇപ്പോൾ പത്രങ്ങളുടെ ഓൺലൈനുണ്ട്. ഓൺലൈനകത്ത് അവർ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മീഡിയ കൺവേർജൻസ് പറഞ്ഞ സാധനം. അതിന് എവോൾവ് ചെയ്ത് പുതിയ പുതിയ സാധനമായിട്ട് ഇങ്ങനെ പോകും. അതല്ല ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടാവില്ല മറ്റൊന്ന് വരിക നാളെ പോകുന്നത്. ഇനി ഇപ്പം കുറച്ചുകൂടെ രാഷ്ട്രീയപരമായിട്ട് ചോദിക്കാനാണ് എനിക്ക് താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പം സാറിൻ്റെ ചർച്ചകൾ ഒത്തിരി ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒത്തിരി ആകാംക്ഷയോടെ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം രാത്രിയിലത്തെ ന്യൂസ് അവർ ചർച്ചകളിലൊക്കെ കാണുമ്പോൾ പക്ഷേ ചില സമയങ്ങളിൽ പലപ്പോഴും അതിര് വിട്ട് ചില പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഒത്തിരി അഗ്രസീവായിട്ട് ചില ഇവൻറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത്, പക്ഷേ അവർ പറയാനുള്ള അവകാശം അവർക്കുണ്ട്, അത് അടിച്ചമർത്താനുള്ള അവകാശം നമുക്കില്ല. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ചർച്ചയുടെ മാന്യതയോട് അല്ലെങ്കിൽ അതിന് ചേർന്ന് എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ പറ്റുന്നത്? ആ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലംബിംഗ് പറയുന്നതാണ് ഐഡിയൽ സാഹചര്യമാണ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഐഡിയൽ സാഹചര്യത്തിൽ നിൽക്കാൻ ചിലപ്പോൾ പറ്റുന്ന വരില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് ഈ പറയുന്ന വികാരങ്ങൾ നമുക്കുണ്ട്, ദേഷ്യവും സങ്കടവും ഒക്കെ നമുക്കും ഉണ്ടല്ലോ സാധനം. എപ്പോഴും നമുക്കിങ്ങനെ മസിൽ ഓടി ചിലപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് പരമാവധി സമയം ഐഡിയലായിട്ടിരിക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കൈവിട്ടു പോകും. നമ്മൾ മനുഷ്യരാകുന്നുള്ള സ്വഭാവം സംഭവിക്കുന്നതാണ്. അതേസമയം തന്നെ വന്നിരിക്കുന്ന ഒരു അതിഥി കടുത്ത സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കടുത്ത വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കടുത്ത ഏതെങ്കിലും ഒരു മതത്തെ അധിക്ഷേപിക്കുകയാണ്. അത് ഈ പറയുന്ന പോലെ അത് പറയാനുള്ള അയാളുടെ അവകാശമാണെന്ന് കരുതി പറയാൻ പറ്റില്ല നമുക്ക്. അത് നമുക്ക് അവിടെ ഇടപെട്ടേ പറ്റുള്ളൂ, അതിനെ തടഞ്ഞേ പറ്റുള്ളൂ. കാര്യം അത് അയാൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാക്കുന്നതിന് മാത്രമല്ല, അങ്ങേയറ്റം റിഗ്രസീവായ അങ്ങേയറ്റം വിദ്വേഷഭരിതമായ അവസ്ഥ ഉണ്ടാക്കുന്നത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇടപെടും, ചിലപ്പോൾ വെള്ളം പൊങ്ങും വഴക്കുണ്ടാക്കും. പലപ്പോഴും ഞാൻ വിഷയത്തിൻ്റെ മെറിറ്റ് ഇപ്പം ചില വിഷയങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടബലാത്സംഗം എന്ന് നോക്കുക, അത് നമ്മുടെ ഉള്ളിനെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെ ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായെങ്കിൽ ആരെങ്കിലും വന്നിരുന്ന് പ്രതികളെ ന്യായീകരിച്ച് നോക്കിയാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. അത് നമ്മൾ മനുഷ്യനാവുന്നൊരു കുഴപ്പമാണ്. അതല്ല അതിനൊക്കെ അടക്കി യാന്ത്രികമായി ഇങ്ങനെ ഇരുന്ന് ചെയ്യണം എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്ന ആളല്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് വികാരങ്ങളുണ്ടാവും, അത് പ്രകടിപ്പിക്കാൻ സ്വാഭാവികം അന്ന് സാധാരണക്കാരൻ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ പാനൽ ഡിസ്കഷൻ നടന്നു. അതിൽ അൺഈവൻ ജസ്റ്റിസ് ആയിരുന്നു അതിൻ്റെ ഒരു ഇത്. അതിൽ സാറ് 2 കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, നടിയെ ആക്രമിച്ച കേസിൽ ജനവികാരം ആ നടന് എതിരെയായിരുന്നു, പക്ഷേ കോടതി ആളെ വെറുതെ വിടുകയും ചെയ്തു. അപ്പം ഈ 2 സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ, അതായത് കോടതിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റില്ല, എന്നാൽ ജനങ്ങളോടുള്ള ആ ഒരു ജനങ്ങളുടെ വികാരം മാനിക്കാതെയും നമുക്ക് മാധ്യമപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങളെയും കോടതിയും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അതിന് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ജനവികാരം പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യപടി. രണ്ടാമത് കോടതി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാധനം. കോടതി വിധിയെ നമുക്ക് വിമർശിക്കാം.
അത് പുറപ്പെടും ജഡ്ജിയെ വിമർശിക്കരുതെന്നുള്ളേ ഉള്ളൂ. അതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ കേസിൻ്റെ കാര്യത്തിൽ തന്നെ ഈ കോടതിയിലേക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത ആർക്കാണോ നീതി കിട്ടേണ്ടത് ആ നീതി കിട്ടേണ്ട അതിജീവിതം മേൽക്കോടതികളിൽ പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. കോടതിയുടെ ചെസ്റ്റിനകത്തിരിക്കുന്ന മെമ്മറി കാർഡ്, ഈ പറഞ്ഞ അല്ലാത്ത ദൃശ്യങ്ങളാണെങ്കിൽ മെമ്മറി കാർഡ് അത് സുരക്ഷിതമല്ല എന്ന് ഈ നടി രാഷ്ട്രപതി കത്തെഴുതിയിട്ടുണ്ട്. അതൊരു വിമർശനമാണ്. നമ്മളത് പറയുന്നുണ്ട്. ശരി ഇപ്പോൾ കോടതിയുടെ ലോജിക്കിൽ കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ പറയട്ടെ. പക്ഷേ അതിനിപ്പുറം നടന്നു എന്ന് പറയുന്ന ആരോപണങ്ങളെപ്പറ്റി, അട്ടിമറികളെപ്പറ്റി, അതിജീവിതയ്ക്ക് പരാതിയുള്ള കാര്യം അതിജീവിത പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ പറയുകയാണ്. നമ്മൾ പൊതുസമക്ഷം വെക്കുകയാണ്. ഇതാണ് കോടതി വിധി, അതിലെ വിമർശനങ്ങൾ ഇന്നതൊക്കെയാണ്, അട്ടിമറി ആരോപണങ്ങൾ ഇന്നതൊക്കെയാണ്, അതിജീവിതയുടെ പരാതികൾ ഇന്നതൊക്കെയാണ്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരി. ഇപ്പോൾ അങ്ങോട്ട് വെക്കുകയാണ് എന്നിട്ടേ ഉള്ളൂ. അല്ല നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് നമുക്ക് ഈ നടനെ അങ്ങ് ശിക്ഷിക്കണം എന്ന് നമുക്കെന്താ പ്രത്യേകിച്ച് താല്പര്യമില്ല. അതേ നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. അതല്ല അപരാധിയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് തെളിവുകൾ ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ തിരികെ സ്ഥാപിക്കട്ടെ. നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വെച്ച് വിശ്വാസമാണ്. നടൻ തെറ്റുകാരനല്ല എന്നറിഞ്ഞ ശേഷം ഒരു മാധ്യമം ഇവര് ഭാര്യനെ കെട്ടിപ്പിടിക്കുന്നു, മകളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനെ പേഴ്സണൽ കുറേ കാര്യങ്ങൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പേഴ്സണൽ കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കാര്യമില്ല എന്നുള്ളത് ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാണ്, മത്സരമൊക്കെ ഉണ്ടാവാം, റേറ്റിങ്ങുകളൊക്കെ ഉണ്ടാവാം, ഈ പറയുന്ന കാഴ്ചകളൊക്കെ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള കൗതുകമുള്ള കാഴ്ചകളുമായിരിക്കാം എന്ന് കരുതി അതാരും ആയിക്കോട്ടെ ഒരാളുടെ പ്രൈവസി പോയിട്ട് ഒരു പരിധിയിൽ കൂടുതൽ പോകേണ്ടതില്ല എന്ന വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. ഈ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. സാറ് പരാമർശത്തിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചു. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഛത്തീസ്ഗഡിലെ കാര്യം പറഞ്ഞു, നമ്മുടെ പാലക്കാട്ടിൽ ബംഗ്ലാദേശി ഒരു ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതെക്കുറിച്ച് പറഞ്ഞു, ആലുവയിലെ 5 വയസ്സുകാരി കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. ഇവർക്കെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞാനിവിടെ വണ്ടിപ്പെരിയാർ താമസിക്കുന്ന ഒരു സ്വദേശിയാണ്. ഈ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സ് കുട്ടിയുടെ ഒരു മരണം നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഒത്തിരി ഒരു 4-5 വർഷത്തിന് മുന്നേ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ വിധി വന്നപ്പം ആ പ്രതി എന്ന് പറയുന്ന ആളിനെ കോടതി വെറുതെ വിട്ടു. പക്ഷെ ആ കുട്ടി മരണപ്പെട്ടു, കുട്ടി കൊല്ലപ്പെട്ടു, കുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആരാണോ കൊന്നത്, എന്തിനാണ് കൊന്നത്, ഇതൊന്നും നമ്മുടെ കോടതിക്കോ നമ്മുടെ പോലീസിനോ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമില്ല. ആ കുട്ടി മരിച്ചുപോയി, പക്ഷേ കുട്ടിയെ കൊന്നത് ആരാന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്ത് നീതിയാണ് നമ്മളവിടെ നടപ്പിലാക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രശ്നമാണ് അത്. ഇങ്ങനെ ഫ്ലെമിംഗ് പറയുന്ന പോലെ ഇത്തരം കേസുകൾ, നൂറുകണക്കിനായ കേസുകൾ രാജ്യം ഒട്ടാതെ നോക്കിയാൽ ഇത്തരത്തിൽ പ്രതികളെ പിടിക്കുകയും പ്രതികളെ വെറുതെ വിടുകയും ആ കുറ്റകൃത്യം നക്ഷത്രം പോലെ കാലാകാലങ്ങളുടെ വേദനയെ നിൽക്കുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയുന്നതാണ്. അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ്, അത് നമ്മുടെ ഒരു ദുർവിധിയാണ് എന്നാണ് പറയേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാവണം. അതിനിപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ കമൽ പാഷ സാർ ഏറ്റവും കൂടുതൽ പറഞ്ഞു ആന്റണി രാജുവിൻ്റെ കേസിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ താരതമ്യം ഇപ്പോൾ ഫ്ലെമിംഗ് പറഞ്ഞ ഈ കേസ് വെച്ച് നോക്കുവാണെങ്കിൽ അതൊന്നുമല്ല, ഒരു കേസുമല്ല. എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഒരു MLA ആയ ഒരാൾ, മന്ത്രിയായ ഒരാൾ ഒരു 1990 സംഭവമാണ്. അന്ന് 1990 സംഭവത്തിന് ശേഷം നമ്മളിപ്പോൾ 2026 അന്നുണ്ടായ അയാൾ ചെയ്ത കുറ്റത്തിന് ഇയാളെ ഇന്ന് ശിക്ഷ വിധിച്ചു 36 വർഷത്തിന് ശേഷം നമ്മളിത് പറയുകയാണ്. ആ കാലതാമസമൊക്കെ നീതികേടാണ്, യഥാർത്ഥത്തിൽ നീതികേടാണ്. ഡിനൈഡെന്ന് തന്നെ പറയുക. എന്ന് പറഞ്ഞാൽ അത്രയും വൈകിയെങ്കിലും നീതി കിട്ടിയ ആൾക്കാരുണ്ട്, വൈകിട്ട് നീതി കിട്ടാത്ത ലക്ഷോപലക്ഷം മനുഷ്യന്മാരില്ല നാട്ടിൽ ഉണ്ട്. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്, നിസ്സഹായമാണ്. അത് മാറണം എന്നുണ്ടെങ്കിൽ അടിത്തട്ട് മുതൽ ഈ നിയമ സംവിധാനങ്ങൾ, ജുഡീഷ്യറി, അതിന് മേലുള്ള എന്താണ് പണിത്തിരക്ക്, അതിനുമേലുള്ള ഫയൽ തിരക്ക് ഒക്കെ മാറുന്ന രീതിയിലുള്ള സമഗ്രമായ ഉടച്ചുവാർക്കലൊക്കെ അനിവാര്യമായി വരും. അതിന് നമ്മളൊന്നും വിചാരിച്ച കൂട്ടിക്കൂടുന്ന കാര്യമല്ല. സുപ്രീം കോടതികളിൽ അത് വേറെ തലത്തിൽ ലെവലിൽ ഉണ്ടാവേണ്ട ആലോചനയും കാര്യങ്ങളാണ്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ഇങ്ങനെ നമുക്ക് അധികം പോകാൻ പറ്റില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ ഒരു തീരുമാനങ്ങൾ ഇതുവരെ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് എന്തായാലും പോയിട്ടുണ്ടാവും. അപ്പം അത് ഞങ്ങളോടും കൂടെ ഒന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് സുപ്രീം കോടതിനാണെങ്കിലും ശരി, നമ്മുടെ പാർലമെൻറ്റിനാണെങ്കിലും ശരി, ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല? അത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറഞ്ഞത് അത് കുറച്ച് സങ്കീർണമായൊരു കാര്യമാണ്. അത് സമൂഹവും നമ്മുടെ നിയമനിർമ്മാതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇഴുകിച്ചേർന്ന് കിടക്കുന്നത് ഒരു സുപ്രീം കോടതിയുടെ മാത്രം കുറ്റമൊന്നുമല്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആകപ്പാടെയുള്ള കുറ്റമാണ്, സമൂഹത്തിൽ ആകപ്പാടെ നടക്കേണ്ട ചർച്ചയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ റിവൈവൽ, പുനരുദ്ധാനം എന്നൊക്കെ പറയുന്നത് പോലെ, നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ തുടങ്ങി വന്ന് അത് വികാസം പ്രാപിച്ച് അതങ്ങനെ മൊത്തത്തിൽ മാറേണ്ട ഒരു സമഗ്രമായ മാറ്റത്തെപ്പറ്റി ഫ്ലെമിംഗ് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് നടക്കുമെന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ഒരു കുറ്റം നടക്കുമ്പം പോലീസുകാർ, രാഷ്ട്രീയ നേതാക്കൾക്കൊരു നിയമം, സാധാരണ ജനങ്ങൾക്കൊരു നിയമം. അപ്പം അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടക്കുമ്പം
മാധ്യമ പ്രവർത്തകർക്ക് എന്ന നിലയിൽ നിങ്ങൾക്കത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവിനെ? അതിന് ഒരുപാട് വെല്ലുവിളികൾ കാണത്തില്ല, രാഷ്ട്രീയ നേതാവാണ്, അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ഒരു നീതി, സാധാരണക്കാർക്ക് ഒരു നീതി എന്ന് പറയാൻ സാധ്യമല്ല. ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ അല്ലാതെ ഒരു പക്ഷേ ആന്റണി രാജു അല്ലാതെ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളുടെ കാര്യത്തിലും ആ വൈകൽ സംഭവിക്കുമായിരിക്കും. അതിന് നമുക്ക് ജനറലൈസ് എല്ലാ രാഷ്ട്രീയക്കാരെയും വേറെ രീതിയിൽ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ എന്തായാലും കഴിയില്ല. സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വളരെ നിസ്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ട്രെസ് വരികയല്ലേ, ഇങ്ങനെ പറയാൻ പാടില്ല, ഇന്ന നേതാവിനെ പറ്റി പറയരുത്, അല്ലെങ്കിൽ ആ പാർട്ടീനെ വിമർശിച്ച് ജേർണലിസ്റ്റുകളൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നതല്ലേ, നമ്മൾ മൈൻഡ് ചെയ്യുമല്ലോ, അത് അത്രേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും സ്ട്രെസ് കാരണം അല്ലെങ്കിൽ പ്രഷർ കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ശരി, ഇപ്പോൾ കോർപ്പറേറ്റുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്പോൺസർ ആണെങ്കിലും ശരി, സാർ പറഞ്ഞ പോലെ മുതലാളിയാണെങ്കിലും ശരി, ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ ചെയ്ത് എന്തെങ്കിലും സ്റ്റോറി ആൾട്ടർ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് വഴങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അതോ വഴങ്ങിപ്പോണ്ട സാഹചര്യം ഞാൻ പറയൂ? അത് ഞാൻ പറയൂല. ഞാൻ പറഞ്ഞത് എനിക്കൊരു ആ ചോദ്യം വ്യക്തിപരമായ ചോദ്യമാണ്. എനിക്കൊരു വ്യക്തിപരമായ അനുഭവങ്ങളെ പറയാൻ പറ്റൂ. ടു ബി ഓണസ്റ്റ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഇന്നേവരെ എന്നോടൊരു മുതലാളി വിളിച്ചിട്ട് ഇന്ന വാർത്ത ഇങ്ങനെ പറയരുത്, ഇന്ന ആളെ വിമർശിക്കരുത് എന്നോട് വ്യക്തിപരമായി ആരും പറഞ്ഞിട്ടില്ല. അതിന് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ട് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല, മറ്റാളുകളോട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലെൻ്റെ വ്യക്തിപരമായ ബോധ്യം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനൊരു നിയന്ത്രണം ഒരു മുതലാളി എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസ്പിറസിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്താ മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടെന്ന് പറയുന്നോ? എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പുറത്ത് കേൾക്കുന്ന പോലുള്ള അനുവാദരഹിതമായി വലിയ അളവിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മുതലാളിമാരാണ്. നമ്മുടെ മുതലാളിമാരെ അംബാനിയെ അദാനിയോട് കമ്പയർ ചെയ്യാൻ പറ്റിയ മുതലാളിമാരല്ല. അവർ പാവം ഇൻവെസ്റ്റേഴ്സാണ്. അവർ യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകൾ തന്നെ വിളിക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റ്, അവരുടെ സ്വന്തം അവർ പൈസ കൊടുക്കുന്ന ചാനലിൽ അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സാധനം ഒന്ന് കാണിക്കുക, അവർ മാർക്കറ്റിംഗ് ഒന്ന് കാണിക്കുക എന്ന് ചോദിക്കുന്നതല്ലാതെ നമ്മുടെ ഈ നയപരമായ പോളിസി മാറ്റലൊന്നും അവരിടപെടേണ്ട കാര്യവുമില്ല, അവർ ഇടപെടാറുമില്ല. എൻ്റെ ചാനലൊന്നും അവർ ഇടപെടാറേ ഇല്ല. അതെനിക്ക് ഉറപ്പായിട്ട് പറയും, 100% പറയാൻ പറ്റും. അങ്ങനെ ഞാൻ ഇപ്പോൾ പല പാർട്ടി ചാനലുകളുണ്ട്, അതിന് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അവരുള്ളത്. അവർ പ്രതിഫലിപ്പിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് അവിടെ. അപ്പോൾ ആ പാർട്ടി ചാനൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് അത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഈ വ്യക്തിയുടെ അനുഭവം. കാര്യം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ചാനലോട് വർക്ക് ചെയ്തിട്ടില്ല. അദാനിയുടെ അദാനിയുടെ നേരിട്ടുള്ളൊരു ചാനൽ, അവർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ള ഒരു ചാനൽ വർക്ക് ചെയ്യുന്നവരെ അവർക്കേ അറിയുള്ളൂ. കാര്യം നമുക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വ്യക്തിപര അനുഭവം ഇല്ല, നമ്മൾ യാഥാർത്ഥ്യമാണ്. ഈ ഇൻ്റർവ്യൂയുടെ അവസാനത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ, മാധ്യമങ്ങൾ എന്നും മാറി വരുവാണ്. ജേർണലിസം അല്ലെങ്കിൽ ഒരു മീഡിയ എന്നും പറയുന്നത് ഇറ്റ്സ് എൻ ഇവോൾവിങ് പ്രോസസ് ആക്ച്വലി, വാട്ട് ഐ ബിലീവ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജേർണലിസം പഠിക്കുന്നവർ അല്ലെങ്കിൽ മീഡിയ പഠിക്കുന്നവർ, മീഡിയയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ, ഇവരോട് പണ്ട് ഉപേക്ഷിച്ച് ഇപ്പം എന്താണ് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ എന്തിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരു സജഷൻ പോലെ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പോലെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ബേസിക്കലി പറയുന്നത് നമ്മൾ ഈ പണിയോട് ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവുന്നതാണ് ബേസിക് ചെയ്യണം, പാഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം നേരത്തെ പറയും, ഇതിങ്ങനെ ഡെയിലി വേസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങുന്ന ഒരു സാധനം ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനായിരിക്കും അവിടെ ഉണ്ടാവുക. അത് ഉറപ്പാണ് സാധനം. നമ്മൾ അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളവിടെ ഈ ലേണിംഗ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഈ ജോലിയോടുള്ള ഒരു ഇഷ്ടവും പാഷനും ഉള്ളിൽ സൂക്ഷിച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.